നമ്മൾ പല മെസ്സേജുകളും നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ എത്ര പേര് റെഡിയായിട്ടുണ്ട്? നമ്മൾ വലിയ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ യേശു ചെറിയ കാര്യങ്ങളിൽ കൂടെ നമ്മുടെ ഉള്ളിൽ വരാൻ കാത്തിരിക്കുന്നു. അവൻ ഹൃദയത്തിൽ മുട്ടുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാറ് പോലുമില്ല. എൻ്റെ സ്വപ്നത്തിലും അതുപോലായിരുന്നു. വളരെ ചെറിയ സൗണ്ട് ആയിരുന്നു ഞാനും കേട്ടത്. അതുകൊണ്ടായിരിക്കും ആരും കേൾക്കാത്തത്. പക്ഷേ പുറത്ത് ഒരുപാട് സൗണ്ട് ഉള്ളപ്പോൾ ചെറിയ സൗണ്ടിൽ ജീസസ് നോക്ക് ചെയ്താൽ എങ്ങനെ അറിയാനാ? മോളെ, നീ ചോദിച്ചത് ശരിയാണ്. ബട്ട് നീ പറഞ്ഞ സൗണ്ട് ഔട്ട്സൈഡ് നോയ്സ് അല്ല, അത് നമ്മുടെ ഇൻസൈഡിലുള്ളതാണ്. ലൈക്ക് നമ്മുടെ ടെൻഷൻസ്, നമ്മുടെ ഡെയിലി പ്രോബ്ലം, നമ്മുടെ ദേഷ്യം, നമ്മുടെ വാശി, അങ്ങനെ ആ ലിസ്റ്റിൽ ഒരുപാടുണ്ട് നമ്മളെ യേശുവിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എന്തായാലും ഇന്ന് നമ്മോട് തോമസ് വാസ് ഉണ്ടല്ലോ, അദ്ദേഹം നമ്മോട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്പനേരം സംസാരിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു അദ്ദേഹത്തിലൂടെ നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തോടും ദേവദാസനോടും സഭയോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇന്ന് പാസ്റ്റർ വന്ന വിഷയത്തെ ഓർത്ത് ഞാൻ സംസാരിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാടിൻ്റെ പുസ്തകം 3:20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല, അല്ലേ? എന്നാൽ ഈ വായിച്ച വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. സർവശക്തനായ യേശുവാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ വേണ്ടി, നമ്മുടെ പെർമിഷൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. കർത്താവിന് ഒരു പെർമിഷൻ കൂടാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധിക്കും. എന്നാൽ അവൻ ക്ഷമയോടെ നമുക്കായി കാത്തു നിൽക്കുന്നു. സ്നേഹമാണ് യേശു. ആ സ്നേഹത്താൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യും? നമുക്ക് ആ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ വെൽക്കം തന്നെ നമ്മൾ കൊടുക്കും, അല്ലേ? ഇനി ആ ഗസ്റ്റ് നമ്മുടെ യേശു ആണെങ്കിലോ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വരാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗസ്റ്റാണ് നമ്മുടെ യേശു. നമുക്ക് പാപമോചനം തന്ന, നമ്മുടെ ആരെക്കാളും സ്നേഹിക്കുന്ന ആ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ. ചിലപ്പോഴൊക്കെ നമ്മൾ ആ യേശുവിൻ്റെ ആ നോക്ക് കേൾക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ മനഃപൂർവ്വം അത് കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. കാരണം നമ്മൾ വേറെ പല കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ ജോലി കാര്യങ്ങൾ, നമ്മുടെ ജീവിത കാര്യങ്ങൾ എന്ന പല വിധ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ ആ സമയത്ത് അവോയ്ഡ് ചെയ്യുന്ന വേറെ ആരെയുമല്ല, നമ്മുടെ യേശുവിനെയാണ്. നമുക്ക് പലർക്കും ചേർച്ചിന് പോകാൻ ടൈമില്ല, ബൈബിൾ വായിക്കാൻ ടൈമില്ല, പ്രാർത്ഥിക്കാൻ ടൈമില്ല എന്ന കുറേ എക്സ്ക്യൂസ് നമുക്കുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ടെന്ന്. നമ്മൾ ഒരിക്കൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ജീവിതം ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ദൈവമായിട്ടുള്ള ആ ബന്ധം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആ കണക്ഷൻ എപ്പോഴേലും ഒന്ന് റീബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ ദൈവം അതിന് തയ്യാറായി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഞാൻ യേശുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി യോഗ്യനാണോ എന്ന്. നമ്മുടെ ഈഗോ, നമ്മുടെ ദേഷ്യം, നമ്മുടെ അസൂയ എന്നൊക്കെ ഈ ചിന്തകൾ നമ്മുടെ യേശുവിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ യേശു ആഗ്രഹിക്കുന്നത് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിച്ച് ഈ നെഗറ്റീവ് എനർജീസ് എല്ലാം മാറ്റി നമുക്ക് അവനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് തുടരാൻ എന്നാണ്. യേശുവായിട്ട് നമുക്ക് ആ ബന്ധം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം, സന്തോഷം, പ്രത്യാശ അതൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പം യേശു നമ്മുടെ ഒരു സുഹൃത്തായി മാറുന്നു. നമ്മൾ വീണു പോകുമ്പോൾ നമുക്ക് താങ്ങായി യേശു മാറുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ യേശുവിന് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ ഹൃദയം തുറന്നിട്ടുണ്ടോ? അതോ ഇപ്പോഴും യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടുകയാണോ? ചിലപ്പോൾ ഈ നിമിഷം വരെ യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടുന്നുണ്ടാവും. ഒട്ടും താമസിച്ചിട്ടില്ല. നിങ്ങൾ യേശുവിനായി നിങ്ങളുടെ ഹൃദയം തുറക്കാം. യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഈ ഇരുട്ട് എല്ലാം മാറി വെളിച്ചത്തിലേക്ക് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റും.
യേശു നമ്മൾ വീഴുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാവുമ്പം യേശു നമ്മളെ വഴി നടത്തും. നമ്മൾ വീഴുമ്പോൾ നമ്മളെ താങ്ങും. നമ്മുടെ അവസാന ശ്വാസം വരെ യേശു നമ്മളെ വഴി നടത്തും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ ഒരിക്കലും നിങ്ങളെ ഹൃദയത്തിൻ്റെ പുറത്ത് കാത്തു നിൽക്കാൻ അനുവദിക്കരുത്. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ യേശുവായി, നിങ്ങളെ വഴികാട്ടിയായി. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇരിക്കുന്ന ഈ ആൾക്കാർ എല്ലാവരും യേശുവിന് വേണ്ടി നിങ്ങളെ ഹൃദയം തുറക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് തന്ന പാസ്റ്ററിനോട് നന്ദി പറയുന്നു. ദൈവം ആഴത്തിൽ നമ്മളോട് സംസാരിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ക്രിസ്തുവിനോട് അവന് കേൾക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അവനോട് ക്ഷമ ചോദിക്കാം. കൂടാതെ നമ്മൾ എത്രയൊക്കെ അവനെ അവോയ്ഡ് ചെയ്തിട്ടും അതൊന്നും ഓർക്കാതെ നമുക്കായി എപ്പോഴും കാത്തിരിക്കുന്നതിനെ ഓർത്ത് അവനെ സ്തുതിക്കാം. അതുപോലെ അവൻ്റെ ശബ്ദം കേൾക്കാൻ, അവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ നമ്മുടെ ഹൃദയം അവന് വേണ്ടി തുറക്കാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അവനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.